രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സന്തോഷത്തോടുകൂടിയല്ലേ ഇരിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ടൊന്ന് നിന്നേ. എൻ്റെ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും ശക്തിയും പകരണമേ. കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ അമ്മേ, ഞങ്ങൾക്ക് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മൾ ഇന്ന് ഈശോയെ അറിയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണല്ലേ. നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ പേരെന്താണെന്ന്? ഒന്ന് എല്ലാവരും ഒന്ന് മറച്ചു നോക്കിയേ, ഒന്ന് മുന്നിലേക്കൊന്ന് പോയി നോക്കിയേ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഈശോയെ അനുഭവിച്ച ജനം. എല്ലാവരും ഒന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഈശോയെ അനുഭവിച്ച ജനം. ആ ഈശോയെ നമുക്കും അനുഭവിക്കണ്ടേ? നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈശോയെ അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? നമ്മുടെ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, അധ്യാപകരിലൂടെ, വൈദികരിലൂടെ, സിസ്റ്റേഴ്സിലൂടെ എല്ലാം നമ്മൾ ഈശോയെ അനുഭവിച്ചറിഞ്ഞവരാണ്. ആ ഈശോയെ കുറിച്ച് നമുക്ക് അല്പസമയം ഇന്ന് പഠിക്കാലോ അല്ലേ, ഒന്ന് മനസ്സിലാക്കാലോ അല്ലേ. ഇന്ന് പഠിക്കാനുള്ളത് അധ്യായം 14, പെന്തക്കുസ്തായും വചനപ്രഘോഷണവും. എല്ലാവരും പുസ്തകവും ബൈബിള് നോട്ട്ബുക്ക് എല്ലാം അടുത്ത് വയ്ക്കണേ. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ക്ലാസ് കേൾക്കാം. നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ് പെന്തക്കുസ്ത തിരുനാളിനെ കുറിച്ച്. എന്താ പെന്തക്കുസ്ത തിരുനാള്? അൻസ പറഞ്ഞേ, എന്താ പെന്തക്കുസ്ത തിരുനാള്? ഉറക്കെ പറ, എല്ലാവരും കേൾക്കട്ടെ. യേശുവിന്റെ സ്വർഗാരോഹണ തിരുനാളിന് ശേഷം 10ാം ദിവസം ശിഷ്യന്മാരെല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോ പരിശുദ്ധാത്മാവ് തീനാവിന്റെ രൂപത്തിൽ അവിടേക്ക് ഇറങ്ങി വന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നത്. അന്നേ ദിവസം തന്നെ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പെന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് പറഞ്ഞേ, എന്താണ് പെന്തക്കുസ്ത? 50ാമത്. പെന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം 50ാമത്. പണ്ട് കാലങ്ങളിൽ പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? പെന്തക്കുസ്ത പെസഹ സാബത്ത് കഴിഞ്ഞ് കൊയ്ത്തിന്റെ ഉത്സവമായിട്ടാണ് പെന്തക്കുസ്ത ആഘോഷിച്ചിരുന്നത്. അന്ന് അവർ ചെയ്തിരുന്നത് എന്താണെന്നറിയാവോ? ആദ്യമായി പൊടിച്ചുണ്ടാക്കിയ ആ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് 2 പുളിപ്പുള്ള അപ്പവും അതുപോലെ തന്നെ 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെയും യഹോവയ്ക്ക് അവർ സമർപ്പിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് പെന്തക്കുസ്ത തിരുനാൾ മോശയ്ക്ക് 10 കൽപ്പനകൾ ലഭിച്ചതിന്റെ ഓർമ്മ തിരുനാളായി മാറി. എന്നാൽ ഇന്നോ ക്രിസ്തീയ സഭ നമ്മുടെ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ ശേഷം 50ാമത്തെ ദിവസം ആഘോഷിക്കുന്നതാണ് പെന്തക്കുസ്ത. തിരുസഭയുടെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്താണ് ഈ തീനാവ്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് തീനാവിന്റെ രൂപത്തിലാണെന്ന് പറഞ്ഞു. എന്താണ് ഈ തീനാവ് എന്ന് പറഞ്ഞാല്? തീ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ, ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ നാവോ? സംഭാഷണം. അപ്പസ്തലന്മാർക്ക് എന്താണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ലഭിച്ചത്? സംഭാഷണപരമാണ് ലഭിച്ചത് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പസ്തലന്മാർ പേടിച്ച്, ഈശോ മരിച്ചപ്പോൾ പേടിച്ച് ഒരു റൂമില് മാതാവിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൽ അവരിലേക്ക് ഇറങ്ങി വന്നത്. എന്ത് മാറ്റമാണ് അവർക്ക് സംഭവിച്ചത്? നിങ്ങൾക്കറിയാലോ അല്ലേ? പേടിച്ചരണ്ടിരുന്ന ആ അപ്പസ്തലന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഈശോയെക്കുറിച്ച് പറയാനായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണ് അവരിൽ ഉണ്ടായ മാറ്റം? അവരുടെ പേടി, പുറത്തിറങ്ങാനുള്ള പേടി അവരിൽ നിന്നും മാറിക്കിട്ടി. മറ്റുള്ളവരിലേക്ക്
ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യമുണ്ടായി. നമുക്ക് നോക്കാം ബൈബിളിൽ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ബൈബിൾ എടുത്തേ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. എല്ലാവരും ബൈബിൾ എടുത്തേ. ആരാ വായിക്കുക? അനാമിക ഒന്ന് ഉറക്കെ വായിച്ചേ. പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. എന്തൊരു അത്ഭുതമാണല്ലേ! പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായപ്പോൾ അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ കൊടുങ്കാറ്റ് വീശിയെന്ന് പറയുന്നത്. ഈ സമയത്ത് ഭക്തരായ ഒരുപാട് യഹൂദ ജനങ്ങൾ ജെറുസലേമിലുണ്ടായിരുന്നു. അതും വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവർ. അവർ ഈ ശബ്ദം കേട്ടപ്പോൾ, ഈ ആരവം കേട്ടപ്പോൾ ഓടി വന്നു. അവർ കേൾക്കുന്നത് അവരുടേതായ ഭാഷയിലാ. ഒരു മുക്കുവരായിരുന്ന, ഒരു വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ലാത്ത ആ അപ്പസ്തോലന്മാർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നു. യഹൂദരെല്ലാം അത്ഭുത സ്തംഭരായി, സംഭ്രമിച്ചു പോയി. എന്താ ഈ കേൾക്കുന്നേ? അവരെല്ലാവരും ഈശോയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പത്രോസ്ലീഹ എന്താ ചെയ്തേ? യേശുവിനെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, അല്ലേ, നിങ്ങളും അയാളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? അപ്പൊ എന്താ പറഞ്ഞ പത്രോസ്? ഓ, ഞാൻ ആളെ അറിയ പോലുമില്ല. എന്താണ് പത്രോസിന്റെ ഉള്ളിലുള്ള ആ മനോഭാവം? ഭയാണ്, ഭയം. യേശുവിനെ അറിയുമെന്ന് പറഞ്ഞാൽ താനും ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഭയം. അതുകൊണ്ട് യേശുവിനെ 3 പ്രാവശ്യമാണ് തള്ളി പറഞ്ഞത്. എന്തൊരു കഷ്ടാലേ! അത്രയും ദിവസം കൂടെ നടന്നിട്ട് യേശുവിനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞു. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ പത്രോസിനുണ്ടായൊരു മാറ്റം. എന്താ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ, ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത് പത്രോസ്. പത്രോസ് അവരോട് പറയുകയാണ്, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. എന്താ അങ്ങനെ പറഞ്ഞേ? അതായത് എല്ലാവരും ചിന്തിച്ചത് എന്താ? ഇവർക്ക് എന്തു പറ്റി? ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവിടെയുള്ള ജനങ്ങളെല്ലാം ചിന്തിച്ചത് അങ്ങനെയാ. യഹൂദരെല്ലാം ചിന്തിച്ചത് അങ്ങനെയാ അപ്പോസ്തലന്മാരെ കുറിച്ച്. അപ്പൊ പത്രോസ്ലീഹ പറയാണ്, ഇവർ ലഹരി പിടിച്ചവരല്ല. പിന്നെന്താ പറയാണ്? ജോയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ കുറിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 2-ാം അധ്യായം 14 മുതലുള്ള വാചകങ്ങൾ ഒന്ന് നമുക്ക് വായിച്ചാലോ? ഓസ്റ്റിൻ ഒന്ന് വായിച്ചേ. എന്താണ് ആ തിരുവചനമെന്ന്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറൂസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്തു. കണ്ടോ? എന്താണ് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം. അറിവില്ലായ്മയുടെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഭയമുണ്ടായിരുന്നു. യേശുവിനെ നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത അവരിലുണ്ടായിരുന്നു. തങ്ങളെ സംരക്ഷിക്കാനുള്ള യേശു ഞങ്ങളെ കൂടെയില്ല, മരിച്ചു എന്നുള്ള ചിന്തയിൽ ദുഃഖിതരായിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നത്. അതിലുണ്ടായ മാറ്റം നമുക്ക് ദർശിക്കാൻ കഴിയും. നമുക്കും വേണ്ടേ ഈ പരിശുദ്ധാത്മാവിനെ? നമുക്കും വേണ്ടേ ഈ പരിശുദ്ധാത്മാവ്? നമ്മൾ നിറയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുപാട് ദാനങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്കറിയാവോ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തെല്ലാമാണെന്ന്? ആരാ പറയാ? അനാമിക ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ: വിജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. ഉണ്ടോ? 7 ദാനങ്ങളാ പരിശുദ്ധാത്മാവ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നതാ.
ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ കൈ നീട്ടി വാങ്ങിക്കും അല്ലേ? ഇപ്പം നമ്മൾ കടകളിൽ പോകുമ്പോൾ ഓഫർ ഉണ്ടെന്ന് പറയുമ്പോൾ ഓടിച്ചെല്ലും നമ്മൾ. 50% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തായാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പോകാം, കടയിൽ പോകാം, 50% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നത്. ഇതിവിടെ നമുക്ക് വെറുതെ തരുന്നതാ പരിശുദ്ധാത്മാവ്. നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ആ ദാനം നമുക്ക് സ്വീകരിക്കാം. വെറുതെ തരുന്നതാ, ഓഫറാണ്. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഫലങ്ങൾ, എത്ര ഫലങ്ങളുണ്ട്? അലീന പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രയെന്ന്? 12. അതെ, വെരി ഗുഡ്. ഓസ്റ്റിൻ ഒന്നുകൂടെ പറഞ്ഞേ, ഏതൊക്കെയാണ് ആ 12 ഫലങ്ങളെന്ന്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘശാന്തത, ക്ഷമ, വിനയം, വിശ്വാസം, നന്മ, മധുരശീലം, കരുണ, ഇന്ദ്രിയ നിഗ്രഹം, കന്യാത്വം. ഒന്ന് നോക്കി, വെറുതെ നമുക്ക് തരുന്നതാ. പലപ്പോഴും നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മാവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. ബുദ്ധി, അറിവ്, ജ്ഞാനം, ഇതെല്ലാം നമുക്ക് വെറുതെ ഈശോ ഇങ്ങനെ വാരിക്കോരി തരുന്നുണ്ട്. അത് വേണ്ടെന്ന് വെക്കണോ? അതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്കതെല്ലാം ഈശോയോട് ചോദിച്ച് വാശി പിടിച്ച് വാങ്ങിക്കണം. ഇന്നു മുതൽ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഒരു പ്രവർത്തനം, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്താലോ? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും അത് ചെയ്തു കൊണ്ടുവരണം കേട്ടോ. എന്താ വേണ്ടത്? ഒരു മരം, ഒരു വൃക്ഷം വരച്ച് അതിന് കുറച്ച് ചില്ലകളൊക്കെ വരച്ച് നമുക്ക് തീനാളത്തിൻ്റെ രൂപത്തിൽ ഒരു 2-3 പേപ്പർ കട്ട് ചെയ്ത് തീനാളം വരച്ച് അതിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരെഴുതാം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം, ഓരോ ദാനവും ഓരോ ഫലങ്ങളും എഴുതി ഈ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഇത് നല്ല ഭംഗിയായിട്ട് അവരവരെ നോട്ട്ബുക്കിൽ ചെയ്തു വെച്ച് ടീച്ചറെ കാണിച്ചു തരണം കേട്ടോ. ഞാൻ ചോദിക്കുന്നതായിരിക്കും, എല്ലാവരും ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരെഴുതി അതോടൊപ്പം തന്നെ ഓരോ ദാനങ്ങളും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ ഫലങ്ങളും അതിലെഴുതി വെച്ച് നല്ല ഭംഗിയായി ഒട്ടിച്ച് അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും എനിക്കത് കാണിച്ചു തരണം. ചെയ്യില്ലേ? അതോടൊപ്പം തന്നെ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഴത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എൻ്റെ നല്ല ഈശോയെ, അങ്ങയെ ശ്രവിക്കാൻ ലഭിച്ച ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.